അല്പനിമിഷങ്ങളുടെ ധ്യാനത്തിനായി ഏറെ സുപരിചിതമായൊരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ട് കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ. പിറ്റേന്നാൾ അവൻ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവൻ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. മതി, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, നിന്റെ ദാസൻ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ആരംഭിച്ച ഈ അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാമത്തെ രാത്രിയിൽ 30-ാമത്തെ സെക്ഷനിൽ മാറ്റമില്ലാത്ത വചനവുമായി അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥനാനിരതരായ ജനത്തോട് ദൈവം സംസാരിക്കണം. വചനത്തിൻ്റെ ആഴങ്ങൾ ദൈവം വെളിപ്പെടുത്തണം. ജനത്തെ ദൈവം വിവേചിക്കണം. ആത്മാക്കളോട് ദൈവം ദൂത് പറയണം. വെളിപ്പാടുകളുടെ തലം തുറക്കണം. എതിരായി നിൽക്കുന്ന സകല ദുരാത്മ മണ്ഡലങ്ങളെ ഈ രാത്രി അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ച ചെയ്യുന്നു. എല്ലാ ദുരാത്മ മണ്ഡലങ്ങൾ അടയട്ടെ. പട്ടണത്തിൽ കുടികൊത്തി വാഴുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ഈ രാത്രി ഞങ്ങൾക്കായി ദൈവാത്മ മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. എളിയവൻ ക്രൂശിന് മറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. നല്ല സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ധന്യനായ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് 2 ചരിത്രങ്ങൾ വളരെ സൂക്ഷ്മമായി പഠിച്ച് എഴുതി തരികയുണ്ട്. ഒന്നാമത്തെ ചരിത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കന്യക ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഒരു ചരിത്രം. തൻ്റെ കൂടെ മെഡിസിന് പഠിച്ച സ്നേഹിതനാണോ അതോ തൻ്റെ മറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരാണോ നമുക്കറിയത്തില്ല. തൻ്റെ ഒരു സ്നേഹിതൻ തെയോഫിലോസ് എന്ന് പറയുന്ന ആളിന് എഴുതി അയക്കുകയാണ്. വളരെ കൃത്യമായി സൂക്ഷ്മമായി പഠിച്ചിട്ട് വൈദ്യനായ ലൂക്കോസ് തൻ്റെ വിദ്യാഭ്യാസവും തനിക്ക് ലഭിച്ച ദൈവകൃപയും അനുഭവ സമ്പത്തും എല്ലാം വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ ചരിത്രമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള അവതാരം തൊട്ട് ഒരു 3.5 പതിറ്റാണ്ടിൽ ആത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടെ എന്തൊക്കെ ചെയ്തെന്ന് വിശദമായി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. അതും താന് തൻ്റെ സ്നേഹിതനായ തെയോഫിലോസിന് എഴുതി അയച്ച ചരിത്രം. അപ്പോൾ 2 വിശദമായ ചരിത്രങ്ങൾ. ഒന്ന് യേശുവിൻ്റെ ചരിത്രം, 2 യേശുവിൻ്റെ ആത്മാവിൻ്റെ ചരിത്രം. 66 പുസ്തകത്തിൽ ഇന്നും എഴുതി തീരാത്തൊരു പുസ്തകമുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകമാണ്. ഇന്ന് രാത്രിയിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ
അതിലെ 2 വാക്യങ്ങൾ, 2 പ്രാർത്ഥന, 2 വ്യത്യസ്തമായ സ്ഥലത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥന. ഒരാൾ റാന്നി പ്രാർത്ഥിക്കുന്നു, ഒരാൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർണലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ തൻ്റെ 100 പട്ടാളക്കാരുള്ള ക്യാമ്പിൽ പ്രാർത്ഥനാനിരതനായിരിക്കുകയും അതേ സമയത്ത് ഇങ്ങകലെ യോപ്പയിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് പ്രാർത്ഥിക്കുകയാണ്. 2 പ്രാർത്ഥനാ സ്ഥലത്തും ഒരുപോലെ ദൂതന്മാരിറങ്ങുന്നു, ഒരുപോലെ അവർക്ക് വെളിപ്പാട് കിട്ടുന്നു. ഇന്ന് രാത്രിയിൽ ആ ദൂതൻ ഇവിടെ ഇറങ്ങണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന മണ്ഡലത്തിൽ ഇന്ന് പകൽ ദൂതൻ ഇറങ്ങണം. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. അതേത് രാജ്യമാകട്ടെ, ഏത് ദേശമാകട്ടെ, അവിടെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവര് ഓ ഹല്ലേലൂയ ജുഡപരമനവശ് ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന പ്രസംഗ വിഷയം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഇച്ചിരി പുറകോട്ട് പോയി 1-2 കാര്യം പറഞ്ഞ് നമ്മൾ വേഗത്തിൽ ഈ വാക്യത്തിലേക്ക് വരാൻ പോകുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. മതി. ഇനി അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. അങ്ങനെ യഹൂദിയ, ഗലീലിയ, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. 8-ാം അധ്യായത്തിൽ സഭയ്ക്ക് വലിയ ഉപദ്രവമുണ്ടായി. സഭ ചിതറിപ്പോയി. യഹൂദിയ, ഗലീല, ശമരിയ ദേശങ്ങളിലെ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവജനവും പ്രാണനും കൊണ്ടോടി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർ പേടിച്ചേതെങ്കിലും മാളത്തിൽ കയറി ഒളിച്ചെന്നല്ല, അവർ ഓടിച്ചെന്നിടത്ത് കണ്ടവരോടെല്ലാം സുവിശേഷം, ചെന്നിടത്തെല്ലാം സഭകൾ അവർ സ്ഥാപിച്ചു. എന്നാൽ 9-ാം അധ്യായത്തിൻ്റെ 31 വായിച്ചത്, അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെ ഈ സഭയ്ക്ക് സമാധാനമുണ്ട്. 8-ാം അധ്യായത്തിൽ സഭയ്ക്ക് ഉപദ്രവമുണ്ടായി. 9-ാം അധ്യായത്തിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. ഈ രാത്രി വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കണം. സഭയെ ഉപദ്രവിച്ചത് 7-ാം അധ്യായത്തിൽ ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട തർസോസുകാരനായ ശൗൽ എന്ന ഒരു പരീശനാണ്. ആ പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശനായ ശൗൽ എന്ന ചെറുപ്പക്കാരൻ യേശുവിൻ്റെ സഭ തഴച്ചു വളരുന്നു എന്ന് കണ്ടിട്ട് ഇന്ന് 3000 പേര്, നാളെ 5000 പേര്, അപ്പോൾ 5 3 8 8120. ഇങ്ങനെ സഭ 2-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ അഭൂതപൂർവമായി വളർച്ച പ്രാപിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഭ വളരാതിരുന്ന പ്രശ്നമൊന്നുമില്ല. ശുശ്രൂഷ വെളിപ്പെടാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. നമ്മളിങ്ങനെ മയങ്ങി ഉറങ്ങിയിരിക്കാമേ ആരും ഉപദ്രവിക്കത്തില്ല. എന്നാൽ സഭ വളരുന്നു എന്ന് കണ്ടപ്പോൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. സഭ വളരുന്നു എന്ന് കണ്ടപ്പോൾ, ദേശം വിടിവിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ, ഓ ഹല്ലേലൂയ, ആമേൻ. യെരൂശലേമിൽ ഒതുങ്ങി നിന്ന സഭ യെരൂശലേമിൽ നിന്ന് യഹൂദയിലൂടെ, ശമരിയിലൂടെ, യഹൂദന്റെ എല്ലാ പ്രവിശ്യയിലും പടർന്ന് പന്തലിക്കുന്നു എന്ന് കണ്ടപ്പോൾ പൈശാചിക പാളയങ്ങൾ ഇറങ്ങി.
നിങ്ങൾ ആർച്ച് ഒന്നും വെക്കാതെ ബോൾ പോസ്റ്റ് ഒന്നും വെക്കാതെ ലൈവ് ഒന്നും ഇല്ലാതെ ഒതുങ്ങി വിടുന്ന വലിയ കുഴപ്പം വരത്തില്ല. എന്നാൽ ഇത് പുറത്തോട്ടിറങ്ങുന്നു എന്ന് കണ്ടാൽ, പ്രൈസ് ദി ലോർഡ്, സഭ അടുത്തൊരു ലെവലിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് കണ്ടാൽ വളരെ പ്രാർത്ഥിക്കണം ഈ രാത്രി. പ്രൈസ് ദി ലോർഡ്. സാമുദായിക ശക്തികൾ ഒന്നിച്ചിളകി, മതമേലധ്യക്ഷന്മാർ ഒന്നിച്ചുകൂടി അവരുടെ ഇടയിലെ തീഷ്ണതയുള്ള ശൗലിനെ കയ്യിലെടുത്തു. അവൻ അധികാരപത്രം കൊടുത്തു. അവൻ ആളുകളെ, പുരുഷന്മാരെ സ്ത്രീകളെയും വലിച്ചിഴച്ച് അവരെ നശിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് മാത്രമല്ല, ശക്തമായി ഉപയോഗിക്കപ്പെട്ട സ്തേഫാനോസിനെ വഴിയിൽ വെച്ച് തകർത്തു. ഇന്ന് രാത്രി പ്രാർത്ഥന, അഭിഷക്തന്മാരെ വഴിയിൽ വെച്ച് തകർക്കുന്ന ചില വ്യാപാരങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാമത്തെ പകൽ ആത്മാവ് വെട്ടിമാറ്റുകയാണ്. വിശ്വസിക്കുന്നവരാരമായി രാത്രി ദൈവത്തെ ആരാധിക്കണം. ശുശ്രൂഷകർക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, സഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന പോരുകളെ ഹല്ലേലൂയ ചുടൽക്കമനാദര റൗഷസന്ദരേ റൗഷസിയാനബ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഭ ചിതറി, പക്ഷെങ്കിൽ ചിതറിപ്പോയവരെ കൃപയിൽ നിറഞ്ഞു. ആത്മാവ് അവരെ ഉപയോഗിച്ചു. അവർ പോയിടത്തെല്ലാം ദൈവവചനം പറഞ്ഞു, ജനശ്രദ്ധയോടെ കേട്ടു. അപ്പൊ ഇവരുടെ ഇടയിൽ ഉണർവുണ്ടാകുന്നുവെന്ന് അപ്പോസ്തലന്മാർ അറിഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും കൂടെ ഇവരെ ബലപ്പെടുത്താനായിട്ട് വന്ന സമയത്ത് അവിടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത ഒരാളുണ്ട്. അവൻ്റെ പേരൊന്ന് വായിക്കണം. 8-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം. എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിച്ചു പോന്നു. ഒരു ഭാഗത്ത് ശൗലിനെ വിട്ട് ദൈവമക്കളെ ഉപദ്രവിക്കുന്ന മതശക്തി വായിച്ചോണ്ടിരിക്കല്ലേ. മറുഭാഗത്ത് ശീമോൻ എന്ന് പറയുന്ന ഒരു ആഭിചാരക്കാരൻ, അവൻ ആഭിചാരം ചെയ്ത് മഹാനെന്ന് നടിച്ച് ശമരിയ ജാതിയെ പേടിപ്പിച്ചു പോന്നു, ഭ്രമിപ്പിച്ചു പോന്നു. അടുത്ത വാക്യം. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. അടുത്ത വാക്യം. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്ര അവൻ അവനെ ശ്രമിച്ചത്. ഇത് ഇന്നലെ ഞാൻ തുടങ്ങിയതല്ല. ഇവൻ മഗതി എന്ന ദൈവശക്തിയാന്ന് പറഞ്ഞ് ഏറിയ കാലമായിട്ട് ഈ ജനത്തെ ഭ്രമിപ്പിച്ചു പോരുകയാണ്. അടുത്ത വാക്യം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷാരും സ്ത്രീകളും സ്നാനമേറ്റു. സ്തേഫാനോസ് മരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ. ആഭിചാരം നടക്കുന്നു, സഭ ചിതറുന്നു. അതിന് നടുവിൽ ചിതറിപ്പോയവരിൽ സ്തേഫാനോസ് കഴിഞ്ഞ അടുത്തയാള് ഫിലിപ്പോസ്. ഇപ്പൊ ശിഷ്യഗണങ്ങൾ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് പന്തീരുവര്, യൂദ പോയ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത് അവരെ 12 ഫില്ല് ചെയ്തു. അവരുടെ ശുശ്രൂഷ ശക്തമായി വെളിപ്പെട്ടപ്പോൾ അവർക്ക് തന്നെ കാര്യങ്ങളെല്ലാം കൂടെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ 7 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ 12 പേരും 19, 12 പേരും മുഴുവൻ സമയം പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കുക. അപ്പോൾ ഈ 7 പേരും മേശമേൽ ശുശ്രൂഷിക്കുക. ആ ശുശ്രൂഷിക്കുന്നതിൽ ഏറ്റവും ശക്തനെ കല്ലെറിഞ്ഞ് കൊന്നു, സഭയെ ചിതറിച്ചു. അത് കഴിഞ്ഞപ്പോൾ 2ാമൻ എഴുന്നേറ്റ്, അവൻ്റെ പേരാണ് ഫിലിപ്പോസ്. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ് സുവിശേഷം നിൽക്കത്തില്ല. നല്ല സ്തോത്രം പറയണം. സുവിശേഷത്തിൻ്റെ ശക്തി ഫിലിപ്പോസിൽ കൂടെ വ്യാപരിക്കാൻ തുടങ്ങി. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എഴുന്നേറ്റു, സ്നാനമേറ്റു. സ്നാനമേറ്റപ്പോൾ ഇപ്പോൾ ആഭിചാരം ചെയ്യാൻ ആരും വരുന്നില്ല. സ്തോത്രം പറഞ്ഞില്ല. ഫിലിപ്പോസിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ ആരും കോഴിയെ പിടിച്ച്, കറുത്ത കോഴിയും കൊണ്ടോ കറുത്ത ചരടും കൊണ്ടോ കറുത്ത തകിടും കൊണ്ടോ ശംഖോ മത്തങ്ങായോ തെറ്റിപ്പൂ ഒന്നും കൊണ്ട് ഈ ശീമോൻ അടുക്കലോട്ട് വരുന്നില്ല. ആളെല്ലാം കൂടെ ഹോളിലോട്ട് പോവാ. അങ്ങനെ ആയപ്പോൾ ശീമോൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാനിവിടെ എന്ത് ചെയ്തേക്കാം. അങ്ങനെ ശീമോൻ താനും വന്ന് സ്നാനമേറ്റ്
അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നു. ഈ സമയത്താണ് ശുശ്രൂഷകളെ കുറിച്ചൊന്ന് വിലയിരുത്താനും ഇവരെ ഒന്ന് ഉറപ്പിക്കാനുമായിട്ട് ആര് വരുന്നത്? പത്രോസ് അപ്പോസ്തലൻ വരുന്നത്. പത്രോസ് അപ്പോസ്തലൻ വന്ന് ഈ സ്നാനപ്പെട്ട ദൈവജനത്തെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരുടെ എല്ലാം തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോസ്തലൻ തലേ കൈവച്ചപ്പോൾ ഇവരെല്ലാം ആത്മാവിൽ നിറഞ്ഞു. നല്ല സ്തോത്രം പറയണം, ഹല്ലേലൂയ. അതുവരെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. ഇന്ന് രാത്രിയിൽ, ഈ 15ാമത്തെ രാത്രിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ആത്മാവ് പ്രാപിച്ചില്ലെങ്കിൽ ആത്മാവ് ഈ രാത്രി അവരുടെ മേൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അവരെല്ലാവരും ഇങ്ങനെ കൈ ടച്ച് ചെയ്യുമ്പോൾ ആത്മാവിലാകുന്നു. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഈ ആഭിചാരക്കാരൻ ശീമോന് ഭയങ്കര ആഗ്രഹം. അവൻ ഈ ആഭിചാരം ചെയ്ത് കിട്ടിയ കാശെല്ലാം കൂടെ കയ്യിലുണ്ട്. അതൊരു സഞ്ചിക്കകത്തായിക്കൊണ്ട് പത്രോസിന്റെ കാക്ക വെച്ചിട്ട് പറഞ്ഞു, പത്രോസ് അപ്പോസ്തല, ഞാനും കൈ വെക്കുമ്പോൾ ജനം എന്ത് ചെയ്യണം? ആത്മാവിൽ ആകണം. അതുകൊണ്ട് ഈ പൈസ അങ്ങോട്ട് മേടിച്ചിട്ട് ആ ശുശ്രൂഷ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പം പത്രോസ് ആ പൈസ മേടിച്ചെന്നല്ല എഴുതിയേക്കുന്നത്. നിങ്ങൾ അതിൻ്റെ 20ാമത്തെ വാക്യം. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ആത്മാവെന്ന ആദ്യ ദാനം പണത്തിന് മേടിക്കാമെന്നൊരുത്തം വിചാരിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിന്റെ പണം, നിന്റെ ധനം നിന്നോടുകൂടെ നശിക്കട്ടെ. ആ വാക്യം വായിച്ചേ. ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് ആരാധനയ്ക്ക് വന്നവന്റെ ഹൃദയം നേരുള്ളതായിരിക്കണം. ഈ രാത്രി ആത്മാവിനെ പകരാൻ പോകുകയാണ്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അന്യഭാഷയിൽ ആരാധിക്കും. പക്ഷെ ഇന്ന് രാത്രി നിന്റെ ഹൃദയം ദൈവത്തിന് നേരുള്ളതായിരിക്കണം. നേരില്ലാത്ത ഹൃദയത്തോടെ ആരെങ്കിലും ആരാധനയ്ക്കകത്തുണ്ടെങ്കിൽ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചേ. നിന്റെ ഹൃദയം ഓ റബ ശബ്ദരേ അർത്തുര രമന രകൽക്കമനാദര റൗഷ ശബ്ദര. ഹല്ലേലൂയ. അടുത്ത വാക്യം, നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട്. അപ്പൊ ഇവന്റെ വിഷയങ്ങൾ ശ്രദ്ധിച്ച്, 1 നേരുള്ളതല്ല, 2 വഷളത്വമുണ്ട്, 3 മാനസാന്തരപ്പെട്ടിട്ടില്ല. പക്ഷെ പുള്ളി സ്നാനപ്പെട്ടു. ഹലോ, ഹൃദയം നേരുള്ളതല്ല, സകല വഷളത്വം ഇപ്പോഴും കയ്യില് ഇരിപ്പുണ്ട്, മാനസാന്തരപ്പെട്ടില്ല. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഇവൻ സ്നാനപ്പെട്ടത് ഗുണപ്പെട്ടിട്ടല്ല. എല്ലാവരും സ്നാനപ്പെടുന്ന കണ്ടപ്പോൾ എന്നാൽ ഞാനിവിടെ എന്ത് ചെയ്തേക്കാം? സ്നാനപ്പെട്ടേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആരെങ്കിലും അങ്ങനെ സ്നാനപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്നുകൂടെ മാനസാന്തരപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. സ്നാനം മറ്റുള്ളവർ മുങ്ങുമ്പോൾ കാണുമ്പോൾ മുങ്ങുന്ന പരിപാടിയല്ല. സ്നാനം ദൈവത്തോട് ഏകീഭവിക്കുകയാണ്, യേശുവിനെ ധരിക്കുകയാണ്, യേശുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ പങ്കാളിയാവുകയാണ്. മാനസാന്തരപ്പെട്ടവർക്ക് മാത്രം കൊടുക്കേണ്ട ശുശ്രൂഷയാണ് സ്നാനമെന്ന മഹത്വമേറിയ ശുശ്രൂഷ. അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരൊക്കെ ദൈവത്തെ കരമടിച്ചൊന്ന് ആരാധിച്ചു. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അവന്റെ അടുത്ത വിഷയം 23ാമത്തെ വാക്യം. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു പറഞ്ഞു. ഇപ്പൊ ഇവൻ എത്ര വിഷയമുണ്ട് ഒന്ന് പറഞ്ഞേ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? മാനസാന്തരപ്പെട്ടില്ല, വഷളത്വമുണ്ട്, ഹൃദയം നേരുള്ളതല്ല, കൈപ്പുള്ള പക. പ്രൈസ് ദി ലോർഡ്.
അനീതിയുടെ ബന്ധനം, ഇതെല്ലാമായിട്ട് പുള്ളി വന്ന് 15 ദിവസം ഇരുന്ന് കൊട്ടുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവ് ഇന്ന് രാത്രി വിവേചിച്ചിടപെടാൻ പോകുകയാണ്. ഈ രാത്രി അകത്ത് വലിയ മാനസാന്തരങ്ങൾ നടക്കണം. മാനസാന്തരം അകത്ത് ശരിയായാൽ ആത്മാവ് നിറയും. ആത്മാവ് നിറഞ്ഞാൽ ഇന്ന് രാത്രി വെളിപ്പാടുകളുടെ തലം തുറക്കും, ദർശനങ്ങളുടെ ലെവല് മാറും. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ അവിടെ നിന്ന് ദൈവം ആത്മാവിൽ ഷണ്ണൻ്റെ അടുക്കലേക്ക് അയച്ചു. ഷണ്ണൻ തേരി വെച്ച് തന്നെ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. വെള്ളത്തിൽ ഇറങ്ങി ഇരുവരും അവനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. അവൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. അതാണ് 8-ാം അധ്യായം. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയെ പീഡിപ്പിച്ച ശൗല് അതീവ ശക്തിയോടെ മറ്റവനെ കൊന്നതിൻ്റെ ഒരു ബലം കൂടെ ഏറ്റെടുത്ത് ശക്തമായി കുതിരപ്പുറത്ത് കയറി ദമസ്കോസിലേക്ക് പോകുമ്പോൾ തമ്പുരാന്റെ കരം അവനെ അടിച്ചു. അധികം നാളൊന്നും ദൈവം ആരെയും മുന്നോട്ട് വിടത്തില്ല. ദൈവത്തിനും യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഉണ്ടാക്കുന്ന ശക്തികളെ ഒരു സമയം വരെ കർത്താവ് ശ്രമിക്കും. അത് കഴിഞ്ഞാൽ കർത്താവ് ചലിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. ആരുടെയൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാണ്. ഏറ്റെടുത്ത് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടി കൊണ്ട് പൗലോസ് നിലത്ത് വീണു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണിലൊരു തിമിരം വന്നു. അവൻ തപ്പി നടക്കുമ്പോൾ ആളുകൾ അവനെ കൈപിടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പട്ടണത്തിൽ ചെന്ന് ഇന്ന വീട്ടിൽ പാർക്കണം. ഞാൻ നിന്റെ വിടുതലിന് വേണ്ടി എൻ്റെ ഒരു ദൈവദാസനെ അയക്കുന്നുണ്ട്. അത് സ്റ്റേജിലെങ്ങും അറിയപ്പെടുന്ന ആളല്ല. പത്രോസോ യാക്കോബോ യോഗന്നാനോ സുനിൽ പാസോ PC ചെറിയാനോ ആരുമല്ല. ഇതുവരെ രംഗത്താരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രാർത്ഥനാ മനുഷ്യനായ അനന്യാസിനെ അയക്കും. ഇന്ന് രാത്രി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ലാത്ത ചിലരെ, വിശ്വസിക്കുന്നവരാരാ, ഇതുവരെ രംഗത്ത് വന്നിട്ടില്ലാത്ത ചിലരെ ദൈവം ഇന്ന് രാത്രി ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ചേർന്ന കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇതുവരെ രംഗത്ത് വരാത്ത ചിലരെ പ്രാർത്ഥനാ മുറിയിലിരിക്കുന്ന അനന്യാസിനോട് കർത്താവ് പറഞ്ഞു, അനന്യാസെ നീ എഴുന്നേൽക്കണം. തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ നീ അന്വേഷിക്കണം. അവൻ പ്രാർത്ഥിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്നവരെ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. അവനെ അഡ്രസ് കൃത്യമാണ്, അവൻ്റെ പേര് കൃത്യമാണ്. ആ പേര് പറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് വിക്കി ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് തർസോസുകാരനായ ശൗൽ എന്ന മനുഷ്യനെ നീ അന്വേഷിക്കുക, നീ അവൻ്റെ തലമേ കൈവച്ച് പ്രാർത്ഥിക്കുക. ഉടനെ അവൻ പറഞ്ഞു, അവൻ സഭയ്ക്ക് ഒത്തിരി ഉപദ്രവം ചെയ്തവനാണെന്ന് ഞാൻ ഈയിടെ കേട്ടായിരുന്നു, അതുകൊണ്ട് അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണോ? ഉടനെ സ്വർഗ്ഗം, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. ഇന്ന് രാത്രിയിൽ ദൂത് ആരംഭിക്കും മുമ്പേ ദൈവം ചിലരെ തിരഞ്ഞെടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദേശത്തോട് സുവിശേഷം പറയാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ശൗലിന്റെ മാനസാന്തരത്തോടെ യഹൂദിയ, ശമരിയ, ഗലീല തുടങ്ങിയ ദേശങ്ങളിലെല്ലാം സഭയ്ക്ക് വലിയ സമാധാനമുണ്ടായി. അപ്പോൾ കർത്താവ് പത്രോസിനെ വിളിച്ച് പത്രോസ് ലുദ്ദയിലേക്ക് ചെന്നു. പത്രോസ് ലുദ്ദയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ
8 വർഷമായി പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യൻ ഒരേ കിടപ്പ് കിടക്കുകയാണ്. അവൻ്റെ പേര് അയനയാസ് എന്നാണ്. അയനയാസ്. പത്രോസ് ചെന്ന് 8 വർഷമായി കിടക്കുന്ന അയനയാസിനെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ഇന്ന് രാത്രി അത് സംഭവിക്കും. സ്തോത്രം പറഞ്ഞില്ല. 8 വർഷമായി പിശാച് കെട്ടിയിട്ട് ഒരുത്തനെ പത്രോസ് എന്നും വെച്ച് ഒറ്റ വാക്കി സൗഖ്യമാക്കി. അങ്ങനെ സംഭവിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവാത്മാവ് സഭയോട് പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ള ചില ശാരീരിക ബന്ധനങ്ങൾ, ചില രോഗശക്തികൾ ഇന്ന് രാത്രിയിൽ ദൈവം അഴിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുന്ന നന്മകളെ ചോർത്തിക്കളയുന്ന ചില പോരുകളെ ഈ രാത്രി ദൈവം അഴിക്കുകയോ. ലുദ്ദയിൽ ഈ വലിയ ശുശ്രൂഷ പത്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പെൺകുട്ടി പെട്ടെന്ന് മരിച്ചുപോയി. അവളെ കുളിപ്പിച്ച് മുറി കൊണ്ട് കിടത്തിയിട്ട് അവരുടെ സ്നേഹിതരൊക്കെ, അവളൊരു തുന്നൽക്കാരി കൂടെയാണ്, നല്ല ഡിസൈനായിട്ട് പൂക്കളൊക്കെ വസ്ത്രങ്ങളൊക്കെ നെയ്യാൻ കഴിവുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ ചെയ്ത നല്ല കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 പേരെ ലുദ്ദയിലുള്ള, യോപ്പയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ലുദ്ദ, അങ്ങോട്ട് പത്രോസിനെ വിളിക്കാൻ പറ്റും. പത്രോസ് പെട്ടെന്ന് ലുദ്ദയിൽ നിന്ന് ഇവിടെ വന്നു, യോപ്പയിൽ വന്നു. യോപ്പ എന്നപ്പോൾ ഇവരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പത്രോസ് 40-ാമത്തെ വാക്യം, 9-40 വാക്യം. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു. തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റ് ഇരുന്നു. കൈ കൊടുത്തവളെ ഒരു നല്ല ഹല്ലേലൂയ പറയണം. ശുശ്രൂഷയുടെ തലം മൊത്തം മാറുകയാണ്. 3-ാം അധ്യായത്തിൽ പിറവിയിലെ മുടന്തിനെ കൈപിടിച്ചു. 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ 8 വർഷത്തെ ആ രോഗിയെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ യേശു എന്ത് ചെയ്തോ? യായിറോസിന്റെ വീട്ടിൽ എന്ത് ചെയ്തോ? മഞ്ചത്തിൽ കിടന്നവന്റെ മേൽ എന്ത് ചെയ്തോ? ലാസറിന്റെ കല്ലറയിൽ എന്ത് ചെയ്തോ? അത് പത്രോസ് ചെയ്യുകയാണ്. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി അടുത്ത ഒരു ലെവലിലേക്ക്, അടുത്ത ഒരു തലത്തിലേക്ക് ശുശ്രൂഷയുടെ തലം മാറുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവര് ആരോടൊക്കെയോ ശക്തമായി ഇടപെടുകയാണ്. അടുത്ത ഒരു ലെവലിലേക്ക് ശുശ്രൂഷയുടെ തലം മാറുമെന്ന് വിശ്വസിക്കുന്നവര് ഓ ഹല്ലേലൂയ. അപ്പൊ യഹൂദിയ, ശമരിയ, ഗലീല, ലുദ്ദ, യോപ്പ, ഇത്രയും സ്ഥലങ്ങളിലേക്ക് സഭ ഇങ്ങനെ പടർന്നു. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഉയർപ്പൂടെ കഴിഞ്ഞപ്പോൾ പത്രോസിന് ശാരീരികമായ ക്ഷീണമുണ്ടായി. ശുശ്രൂഷയുടെ പുറകെ ക്ഷീണമുണ്ട്. ഓരോ പോരഴിച്ചു വരുമല്ലേ, സ്വതന്ത്രം പറഞ്ഞില്ല. അപ്പോൾ ക്ഷീണമുണ്ടായി, വിശപ്പും ഉണ്ടായി. എന്നാൽ ഇച്ചിരി ആഹാരം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കാഞ്ഞിനി ചെന്നപ്പോൾ ആഹാരം വെക്കേണ്ട പീലിപ്പോസ് ശമരിയെ പോയേക്കോ. ഹലോ, ഫ്രീസലോ. അവരെ 7 ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. ആഹാരമായിട്ടില്ല. ഉടനെ പത്രോസ് പോപ്പാന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞില്ല. എടാ, മേശ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്ത് നീയൊക്കെ എവിടെ പോയേക്കോ? ചൂടായൊന്നുമില്ല. ആത്മാവുള്ളവനല്ലേ. ആത്മാവുള്ളവൻ ആവശ്യമില്ല, ഒന്നും ചൂടാകത്തില്ല. പത്രോസ് നേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ബെന്മാടത്തിലോട്ട് കയറി. പ്രൈസലോ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങകലെ ഇറ്റാലിക എന്ന പട്ടാളത്തിലെ ഒരു ശതാധിപൻ നമ്മുടെ ആ വാക്യത്തിലേക്ക് വരികയാണ്. പകൽ 9-ാം മണി നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ മനുഷ്യൻ ആരാണെന്ന് ആ 2 വാക്യം ഒന്ന് വായിച്ചിട്ട് മടങ്ങി വരാം. വേഗത്തിൽ. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ
കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും. ശ്രദ്ധിച്ച്, അവൻ ആരാണ്? ഭക്തനാണ്. തന്റെ സകല ഗൃഹത്തോടും കൂടെ, തന്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനും, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഒരു ശതാധിപൻ അത് പറ്റുമോ? ഈ 15 ദിവസമായിട്ട് ഉപവാസ പ്രാർത്ഥനയുള്ള എല്ലാവരും എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന കൈപൊക്കിക്കേ. ആരുമില്ല. ഹലോ, 100 പട്ടാളത്തിന്റെ ചുമതല വഹിക്കുന്ന ശതാധിപൻ, ഒന്ന്, അവൻ ദൈവഭക്തനാണ്. 2, തൻ്റെ സകല കുടുംബത്തോടും ചേർന്ന് ദൈവത്തെ ഭയപ്പെടുന്നവൻ. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഭർത്താവ് റാഫായിലും ഭാര്യ ന്യൂഇന്ത്യയിലും പിള്ളേർ ചർച്ചോക്കോടിലും ബാക്കി ന്യൂ ജനറേഷനിലുമാണെന്നല്ല എഴുതിയേക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ ഇംഗ്ലീഷിലും പോയെന്നല്ല. നമ്മുടെ സ്വോത്രം പറയുന്നില്ല. കൊർന്നല്യോസിന്റെ വീട് മൊത്തം പുള്ളിയുടെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ ഒന്ന് വരണം, എൻ്റെ കൂടെ ഒന്ന് വരണം. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസം, ഒരു ഭക്തി, അല്ല ഒരു ദൈവഭയം. വീട് മൊത്തം ഒരു ദൈവഭയം. ഒരു അല്ലേ പറഞ്ഞേ. ഒരു കുടുംബം ഒന്നിച്ച് വിശ്വാസം നിന്നാൽ അതിൻ്റെ 7 അയൽവക്കത്ത് പിശാച് വരത്തില്ല. നല്ല സ്വോത്രം പറയണം. വ്യത്യസ്ത ആരാധനകൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടരുത്. ഒരു കുടുംബത്തിലെ ആരാധന മൊത്തം ഒരുപോലെ ആയിരിക്കണം. സന്തോഷമുണ്ടെങ്കിൽ നല്ല പോലെ കരമടിച്ചൊരു സ്വോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഭിന്നിപ്പിക്കുക, ചിതറിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1-2 കാര്യം പെട്ടെന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കാം. യേശുക്രിസ്തു ജനിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തു. ജനിച്ചത് യേശുവാണ് തെറ്റിദ്ധരിച്ച് പലരെയും അവൻ കൊന്നു. ഹാബേലിനെ കൊന്നത് അവനായിരിക്കും സ്ത്രീയുടെ സന്തതി എന്ന് വിചാരിച്ച. ഹാനോക്കിനെ കൊല്ലാൻ ശ്രമിച്ചു. കാരണം പുള്ളിയുടെ പ്രസംഗ വിഷയം മുഴുവൻ കർത്താവ് 1000 ദൂതന്മാരുമായി വന്ന് നിന്നെ ന്യായം വിധിക്കുന്ന പ്രസംഗം പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നതെന്ന് യൂദ എഴുതിയേക്കുന്നു. അപ്പോൾ ഈ ന്യായവിധിയുടെ ദൂത് കേൾക്കുന്നത് ഇവൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവനെ കൊല്ലാൻ നോക്കിയാലും തമ്പുരാൻ എടുത്തുകൊണ്ട് പോയി. ഇവൻ നോക്കിയാലും തമ്പുരാൻ എടുത്താൽ ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നല്ല ഹല്ലേലൂയ പറയണം. അത് കഴിഞ്ഞ് നോഹയെ ദൈവം വിളിച്ചു. ആ തലമുറയിൽ അവനേ ഉള്ളൂ നല്ലവൻ. അവനെ വിളിച്ചു, പെട്ടകം പണിതു, ന്യായവിധി ഉണ്ടായി, പെട്ടകം പൊങ്ങി. അവനും അവൻ്റെ ഭാര്യയും 3 മക്കളും മരുമക്കളും രക്ഷപ്പെട്ടു. പക്ഷേ അവനായിരിക്കും എൻ്റെ തല തകർക്കുന്നതെന്ന് വിചാരിച്ച പിശാച് നല്ല വളക്കൂറുള്ള മണ്ണ്, ഇപ്പോഴത്തെ വളം എല്ലുപൊടി ഇട്ടതല്ല, കമ്പോസ്റ്റ് അല്ല, മനുഷ്യൻ്റെ മാംസം അഴുകിയ വളമാണ്. സകല ജീവജാലങ്ങളുടെയും മാംസം അഴുകിയ വളത്തിൽ മുന്തിരി നട്ടു. അത് 200 മേനി അങ്ങ് വിളഞ്ഞു. പുള്ളി അതെല്ലാം കൂടെ തിന്ന് തീർക്കാൻ ഒക്കാഞ്ഞപ്പം മാറ്റി വീഞ്ഞാക്കി. വീഞ്ഞ് പുള്ളി തന്നെ അടിച്ചു കഴിഞ്ഞ് പുള്ളി കിടന്നു. തുണി പോയതൊന്നും പുള്ളി അറിഞ്ഞില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പം അടുത്ത സാധ്യതയുള്ളവനെ തകർത്തു. അവൻ്റെ ചെറുക്കം വന്നപ്പം അപ്പൻ തുണിയില്ല കിടക്കുക. അവനത് കണ്ടേ ചെന്ന് സഹോദരന്മാരോട് പറഞ്ഞു. അത് അതിനെക്കാട്ടി വിഷയമായി. അപ്പൻ ഉറക്കം വന്നപ്പോൾ അവനെ ശപിച്ചു. കൃപയുള്ളവൻ്റെ വായിൽ നിന്ന് എന്തോ വന്നു? ശാപം വന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞൊരു സാധ്യതയുള്ളവനാണ് മോശ. ജനിക്കാതിരിക്കാൻ നോക്കി ജനിച്ചു, വളരാതിരിക്കാൻ നോക്കി വളർത്തി, ശുശ്രൂഷ ഏൽപ്പിച്ചു. പുള്ളിയുടെ മുന്നിൽ വെച്ച് ചുവമാരുടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പം പുള്ളി ന്യായപ്രമാണം എറിഞ്ഞ് പൊട്ടിച്ച് പാറയ്ക്ക് ഇട്ട് അടിച്ച് ആകെ വിഷയമാക്കി. പുള്ളിക്ക് വാക്തത്വം ഞാൻ കാണാനേ ബാക്കിയുണ്ട്, കടക്കാനൊത്തില്ല. അങ്ങനെ ഇങ്ങോട്ട് വന്ന എല്ലാവരെയും അവനൊരു പരുവത്തിലാക്കിയിട്ട് യേശുക്രിസ്തു ജനിക്കുന്നത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലോ അല്ലെ പീലാത്തോസിൻ്റെ കൊട്ടാരമൊക്കെ ആയിരിക്കുമെന്ന് ഇവൻ ധരിച്ചത്. ഇവൻ്റെ മുഴുവൻ ബുദ്ധിയെ കെട്ടിക്കൊണ്ട് ഒരു തച്ചൻ്റെ വീട്ടിൽ ജനിച്ചു. സ്തോത്രം പറയണം. ഇന്ന് രാത്രിയിലും നിന്റെ നന്മ പിശാചിന് വെളിപ്പെടാതിരിക്കാൻ അവൻ്റെ തലച്ചോറി കൺഫ്യൂഷൻ വരുത്തി നിന്റെ കൂടാരത്തിൽ വിടുതൽ പകരുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസികൾ ശരിക്കും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഓ
ഓ ഹല്ലേലൂയ. യേശു ജനിച്ചു 30 വയസ്സ് വരെ ആയിട്ടും ഇതാണ് എൻ്റെ തല തകർക്കുന്നവൻ ഇവൻ എന്ത് ചെയ്തില്ല, മനസ്സിലായി. എന്നേരമാണ് യോഹന്നാൻ പ്രസംഗം 400 വർഷം ദൈവശബ്ദം ഇല്ലാതിരിക്കുമ്പോൾ ആ യോഹന്നാൻ്റെ പ്രസംഗം എൻ്റെ കൂടെ നിന്ന് വരണം. മലാക്കി പ്രവചനം തിരശ്ശീല വീണ് കഴിഞ്ഞാൽ അടുത്ത 4 നൂറ്റാണ്ട് ദൈവം ആരോടും മിണ്ടിയിട്ടില്ല. ദർശനത്തിൽ കൂടോ പ്രവചനത്തിൽ കൂടോ പ്രസംഗത്തിൽ കൂടോ ദൈവം ആരോടും മിണ്ടില്ല. 400 വർഷം ഇരുണ്ട കാലഘട്ടം. ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടവൻ്റെ എല്ലാ റോഡും വഴിയും കാട് കയറി റോഡടഞ്ഞു, വഴി അടഞ്ഞപ്പോൾ 400-ാമത്തെ വർഷം വഴി വെട്ടാൻ ഒരാളെ അയച്ചു. സ്വതന്ത്രം പറയണം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ ദുഷ്ടനടച്ച വഴി വെട്ടാൻ ഒരാളെ ദൈവം അയച്ചു. അതാണ് ഈ യാവക യോഹന്നാൻ. സ്വതന്ത്രം പറഞ്ഞേ, അല്ലെ ദൈവത്തിന് വഴിയൊരുക്കാൻ വന്നവൻ. അവൻ്റെ പേര് മരുഭൂമിയിലെ ശബ്ദം. സ്വതന്ത്രം പറഞ്ഞേ, മരുഭൂമിയിലെ ശബ്ദമായി വഴി വെട്ടി അവൻ കയറി വരുമ്പോഴാണ് യേശു യോഗത്തിൻ്റെ കൂടി വരുന്നത്. ഇവൻ വിളിച്ചു പറഞ്ഞതേ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഇവൻ ശ്രദ്ധിച്ചു, ഇതാണ് യേശു. അവന് വ്യക്തമായില്ല. യേശു സ്നാനക്കടവിൽ ഇറങ്ങി ഉടനെ സ്വർഗം അങ്ങ് പേര് വെളിപ്പെടുത്തി. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്ന തച്ചൻ്റെ മോനോ ഉണ്ണി ഈശോയോ മറിയയുടെ മോനോ യോസഫിൻ്റെ മോനോ ഒന്നും അല്ല. ഇവൻ എൻ്റെ പുത്രനാണ്. സ്വതന്ത്രം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ. അന്നേരം ഇവനത് കേട്ടു. ആദാം മുതൽ ഹാബേൽ തൊട്ട് ഇപ്പം വരെ അറിഞ്ഞില്ലായിരുന്നു ആരാന്ന്. ഇപ്പോൾ ആളറിഞ്ഞു. അറിഞ്ഞെങ്കിലും ഒരു സംശയം, തച്ചൻ്റെ മോനല്ലേ, രാജകുടുംബമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇവൻ ആയിരിക്കത്തില്ല. അതിന് മരുഭൂമി ചെന്ന് ചോദിച്ചു, നീ തന്നെയാണോ ദൈവത്തിൻ്റെ പുത്രൻ? എങ്കിൽ തന്നെ ഈ കല്ലപ്പമാക്കും. നീ ദൈവപുത്രൻ അല്ലെങ്കിൽ കല്ലപ്പമാക്കുമൊന്നും വേണ്ട, എനിക്കൊന്ന് കൺഫേം ചെയ്താൽ മതി നീ ആണോ. എൻ്റെ തല തകർക്കുന്നവൻ നീ ആണോന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ മതി. നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാക്ക്. ആ പരീക്ഷ യേശു ജയിച്ചു എന്ന് കണ്ടപ്പോൾ അടുത്ത പരിപാടി, നീ മേളിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ നിന്നെ ദൈവദൂതന്മാർ, നീ ദൈവപുത്രനാണെങ്കിൽ ചാടിയാൽ മതി, അല്ലേ ചാടണ്ട. എനിക്കറിയേണ്ടത് നീ ചാടുന്നതോ അപ്പം ഉണ്ടാക്കുന്നതോ അല്ല. നീ അപ്പം ഉണ്ടാക്കിയിട്ട് ഞാനിവിടെ അപ്പക്കച്ചവടം തുടങ്ങാനല്ല. എനിക്കറിയേണ്ടത് നീ തന്നെയാണോ. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച നീ നാളെ ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുമെന്നറിഞ്ഞാൽ നിന്നെ വീഴ്ത്താനുള്ള സകല പദ്ധതി മനസ്സിലാകുന്നവർ മൗനമായിരിക്കരുത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ കാൽവറിയിൽ മരിക്കാതിരിക്കാൻ വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി തലകീഴായിട്ട് തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? കാരണം കാൽവറി മരിച്ചാൽ ഇവൻ്റെ തല എന്ത് ചെയ്യും? തകരും. അതാകാതിരിക്കാൻ. അത് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാൻ നോക്കി. അവൻ അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി. രണ്ടാമത്തെ പരിപാടിയും വിജയിക്കാഞ്ഞപ്പോൾ ഗെത്സമനയിൽ വെച്ച് രക്തം മുഴുവൻ വാർന്നൊഴുകി. ഗെത്സമനയിലെ ലാസ്റ്റ് പ്രാർത്ഥന കൊല്ലാൻ നോക്കി. തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലപടിയോടെ നിലപിടിച്ചു. ഒരു സ്വതന്ത്രം പറയണം. ദൈവം ഒരു ദൂതനെ ഇറക്കി അവനെ ശക്തീകരിച്ചു. നല്ല അല്ലേ പറഞ്ഞേ, ഇന്ന് രാത്രി എല്ലാ ആശ്രയങ്ങളും അസ്തമിച്ചു എന്ന് കാണുമ്പോൾ നിന്റെ അടുക്കൽ ദൂതനെ ഇറക്കി നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം. ദൂതനെ പ്രാർത്ഥനാസനത്തിറക്കി അവനെ ശക്തീകരിച്ചു. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് ഒറ്റപ്പെട്ടു പോയ നിന്റെ കൂടാരത്തിൽ ദൈവദൂതനിറങ്ങുകയോ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. യേശു ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് വരികയും തീവട്ടിപ്പന്തങ്ങളും വടിയും വാളും കുന്തവും എല്ലാമായിട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സൈന്യം ഇഞ്ഞു വന്നു. സൈന്യം വന്ന് നോക്കുമ്പോൾ ഇവിടെ ആകെപ്പാടെ 4 പേരേ ഉള്ളൂ. യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ.
പക്ഷെ ഇതിലാരാണ് യേശു എന്ന് ഇവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. യേശുവിൻ്റെ വസ്ത്രം മുഴുവൻ ഇപ്പോൾ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ വസ്ത്രം പോലെയായി. പ്രവാചകൻ ചോദിച്ചു, യെശയ്യാവിൽ നിന്റെ വസ്ത്രം ചുമന്നിരിക്കുന്നത് എന്ത്? ഉത്തരം, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിന്നെ രക്ഷിക്കാൻ ഗെത്സമനയിൽ ഒറ്റയ്ക്ക് മുന്തിരിച്ചക്ക് ചവിട്ടുമ്പോൾ അവൻ്റെ വസ്ത്രം മുഴുവൻ രക്താംബരം പോലെ ചുമന്നുപോയി. ഒരു ഹല്ലേലൂയ പറയണം. അപ്പൊ യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുകയാണ്? നിങ്ങൾ ആരെയാണ്? അപ്പൊ അവർ പറഞ്ഞു, നസ്രയനായ. യേശു പറഞ്ഞു, അത് ഞാനാന്ന് പറയുകയും ഈ വടിയും വാളും കുന്തവും എല്ലാം ഉള്ളവന്മാർ പുറകോട്ട് എടുത്തടിച്ച പോലെ വീണു. ഒരു സ്വതന്ത്രം പറയണം. യേശുവിൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. രാത്രി മൊത്തം കരഞ്ഞ് നിലപിടിച്ചുള്ള രക്തം മുഴുവൻ വാർന്നു പോയി ഇറങ്ങി വരികയാണ്. പക്ഷേ യേശു ആണെന്ന് പറഞ്ഞപ്പോൾ പിടിക്കാൻ വന്ന ആയുധധാരികൾ പുറകോട്ട് മറഞ്ഞു. ഒരു ദൂത് പറയാനാ. രാത്രിയിൽ മുഴങ്കാലും അടക്കി കരഞ്ഞവന്റെ മുമ്പിൽ ഒന്നും നേരെ നിൽക്കത്തില്ല, എല്ലാം പുറകോട്ട് മറി. ഈ രാത്രി ആത്മാവിന്റെ ദൂത രാത്രിയുടെ യാമത്തിൽ ഒറ്റയ്ക്ക് കരഞ്ഞവന്റെ മുമ്പിൽ ഒരു പോരും നിൽക്കത്തില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. യേശുവിനെ പിടിക്കുന്നു. അവിടെ വെച്ച് കൊല്ലാൻ ഒക്കുന്നില്ല. മുൾക്കിരീടം തലയിൽ വെച്ച് അടിച്ച് തറച്ചു. ഒരു മുള്ളു കൊണ്ടാൽ മരുഭൂമിയിൽ വിഷം മുറ്റി പാറകൾക്ക് കീഴേ കിടക്കുന്ന മരുഭൂമിയിലെ തേള്, നമ്മുടെ ഇവിടുത്തെ തേളല്ല, മരുഭൂമിയിലെ തേള് വാലുകൊണ്ട് കുത്തിയാൽ 48 മണിക്കൂർ കുത്തുകൊള്ളവൻ്റെ സകല സന്ധി മഞ്ഞകളിൽ, സകല പ്രധാനപ്പെട്ട തടങ്ങളിൽ ഭയങ്കര കട്ടുകരപ്പുള്ള മരണതുല്യമായ വേദനയുണ്ടാകും. അതാ ഒരു മുള്ളു കൊണ്ടാൽ. അങ്ങനത്തെ 173 മുള്ളുകൾ തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചുറപ്പിച്ചപ്പോൾ അതിൽ 53 മുള്ളുകൾ തലയോട്ട് കിഴിച്ചകത്തോട്ട് ഇറങ്ങി. ലക്ഷ്യം ക്രൂശിന് മുമ്പേ മരിക്കണം. ഗെത്സമനയിൽ നടന്നില്ല, അടുത്തിവിടെ വെച്ച് നടക്കും. അതും വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ അവനെ കൊണ്ടുപോയി കൽത്തളത്തിക്കൊണ്ട് കല്ലോട് ചേർത്ത് കെട്ടിയിട്ട് വസ്ത്രം അഴിച്ചു മാറ്റി പുറം ഉഴവുചാല് പോലെ കീറി രക്തം വാർന്നൊഴുകി. എന്നിട്ടും മരിച്ചില്ല. ഒരു സ്വത്രം പറയണം. ഇവന്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ട് ക്രൂശീകരണം നടന്നു. സ്വത്രം പറഞ്ഞേ. ക്രൂശീകരിക്കപ്പെട്ട യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിന് പേടി ജീവിച്ച യേശുവിനെ കാട്ടി മരിച്ച യേശുവിനെയാണ്. നല്ല സ്വത്രം പറയണം. അവന്റെ അടിത്തറയിളയില്ലേ, അവന്റെ തലചതച്ചില്ലേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രതിയോഗിയുടെ മേൽ ജയം തരുന്ന രാത്രിയാന്ന് വിശ്വസിക്കുന്നവര് ഇവർ നേരെ വന്ന് പറഞ്ഞു, പീലാത്തോസേ, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഈ ലാസ്റ്റ് ദിവസങ്ങളിലെ മെസ്സേജ് എല്ലാം ഈ മന്ദിരം പൊളിക്ക് ഞാൻ 3 ദിവസം കൊണ്ടത് പണിയും. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്ന പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഇരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ കർത്താവ് മരിച്ചാൽ ഉയർക്കുമെന്ന് കൂടെ പ്രസംഗിച്ചത് ഇവൻ ഓർത്തു. നമ്മളിതൊന്നും ഓർക്കത്തില്ല, അവൻ ഓർത്തു. സ്വത്രം. അവൻ ചെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒരു കാരണവശാലും ഉയർപ്പ് നടക്കല്ല. ജനനം തടയാൻ നോക്കി, ജനിച്ചവരെ തെറ്റിദ്ധരിച്ച് കൊന്നു. മരണം തടയാൻ നോക്കി. പ്രൈസ് ദി ലോർഡ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഉയർപ്പ് തടയാൻ നോക്കി. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം. പ്രൈസ് ദി ലോർഡ്. ഉയർപ്പിനെ തടയാൻ നോക്കും. പീലാത്തോസ് പറഞ്ഞു, പോയി ഉറപ്പിച്ചോ, നിങ്ങളെ ലാവോളം ഉറപ്പിച്ചോ. അവര് പോയി ശരിക്കുറപ്പിച്ചു. പക്ഷെ ആത്മാവിറങ്ങിയപ്പോൾ ഉറപ്പെല്ലാം പൊളിഞ്ഞു. ഇന്ന് രാത്രി ആത്മാവിറങ്ങിയ പൊളിയാത്ത ഒരു പോരുമില്ല. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആരാധിക്കണം. ഈ പകൽ, ഈ രാത്രി ആത്മാവിറങ്ങിയാൽ ഹല്ലേലൂയ. യേശു മരിച്ചവരുടെ നിന്ന് ആദിഫലമായി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, ഇനി ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിക്കേണ്ടിയവന്മാരുണ്ടല്ലോ, അവരെ അന്ന് തന്നെ ചിതറിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ അടങ്ങിയിരിക്കത്തില്ല. അടുത്ത പരിപാടി അന്ന് തന്നെ അവരിൽ 7 പേര് മീൻ പിടിക്കാൻ പോയി.
അന്ന് തന്നെ അവർ രണ്ടുപേർ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോയി. 7 2 9 ഒരുത്തം കെട്ടിയാന്ന് 9 1 മറ്റേ 2 എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ല. സ്വത്രം പറഞ്ഞേ. ഒറ്റ ദിവസം കൊണ്ട് ദൂത് പറയേണ്ടിയവനെ, ഉയർപ്പ് പ്രസംഗിക്കേണ്ടിയവനെ ചിതറിച്ചു അവൻ. പ്രൈസ് ദി ലോർഡ്. യേശു ഉയർത്തെഴുന്നേറ്റ് മറിയ നിൽക്കുന്നു. മറിയ തുടങ്ങുമ്പോൾ തുടരുത്, നീ പെട്ടെന്ന് എൻ്റെ സഹോദരന്മാർക്ക് ചെല്ലണം, ചിതറിപ്പോന്നതിന് മുമ്പ് ചെല്ലണം. ഹലോ, അവരോട് പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയണം. ഞാൻ പിതാവിൻ്റെ അടുക്ക് വരെ പോവാം, പോയച്ച് ഇപ്പൊ തിരിച്ചു വരും. സ്വത്രം പറഞ്ഞേ. പ്രത്യേകിച്ച് പത്രോസിനോട് പറയണം. അവിടെ ചോദിച്ചാൽ അതെന്തിനാ? താക്കോൽ അവൻ്റെ കയ്യിലല്ലേ? ഹലോ, അതല്ലേ പറയണം. പത്രോസിനോട് പറയാൻ പറഞ്ഞ താക്കോൽ അവൻ്റെ കയ്യിലല്ലേ? ഇന്ന് രാത്രി താക്കോല് കിട്ടിയ നിന്നോട് പ്രത്യേക നിയോഗമുണ്ട്, പരിഗണനയുണ്ട്. ചേർന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. യേശു സ്വർഗത്തിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു 33 വർഷം കൊണ്ട് തിരിച്ചല്ലേ. പിതാവ് മോനെ ഇരുന്നാട്ട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇരിക്കാൻ സമയമില്ല, അവന്മാരെ ചിതറിച്ചു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒറ്റ പോരിച്ച മറിയെടുക്കുന്ന അങ്ങോട്ട് പോയ സ്പീഡിൽ ഇങ്ങോട്ട് വന്നു വെച്ച് കൊച്ചു എളുപ്പക്കാർ തിബരിയാസിൻ്റെ കള്ളക്കരെ പോയി മീൻ മറക്കുക, വെള്ളിയാഴ്ച മുറിഞ്ഞ കൈയും കൊണ്ട്. ഹലോ, എൻ്റെ കൂടാണോ? മീൻ പിടിക്കാൻ പോയി 7 പേരെ വിളിച്ച് കയറ്റി. അവന്മാരെ വയറ് നിറച്ച് നല്ല സീ ഫുഡ് കൊടുത്തു. എന്താണ് പാറ? സീ ഫുഡ് കൊടുത്തു. ഒരുമാതിരിപ്പെട്ട പിന്മാറ്റം മാറ്റം നല്ല ഹോട്ടലിൽ കൊണ്ടൊരു ഊണ് മേടിച്ചു കൊടുത്താൽ തിരിച്ചു പോയി. അല്ലല്ലേ പറഞ്ഞേ? സീ ഫുഡ് കഴിച്ച പത്രോസും 7 പേരും അന്നേരം തിരിച്ച് യെരൂശലേം. കർത്താവ് പറഞ്ഞു യെരൂശലേമിൽ തന്നെ കാത്തിരുന്നോണം. എന്നിട്ട് കർത്താവ് അവിടെ നിന്നില്ല, ഇവരുടെ കൂടെ നിന്നില്ല. നേരെ കർത്താവ് ഈ യെരൂശലേമിന് എമ്മോസിൽ പോയവരുടെ കൂടെ നടന്നു. 7 നാഴിക 12 മൈൽ. ഇവന്മാർ സീ ഫുഡ് കൊടുത്താൽ തിരിച്ചു വരത്തില്ല. സ്വത്രം പറഞ്ഞില്ല. ഒരു ഊടിനൊന്നും ഇവന്മാർ തിരിച്ച് വരത്തില്ല. അതുകൊണ്ട് കർത്താവ് ഇവരുടെ കൂടെ ചേർന്ന് നടന്നു. എന്നിട്ട് ഇവരെ വിളിച്ച പേര്, ഇവരുടെ വിഷയത്തിൽ കയറി അങ്ങ് ഇടപെടുക. ഇവർ തർക്കിച്ചും വാദിച്ചും പോവുകയാണ്. തർക്കിക്കാൻ കാര്യം ക്ലെയോഫാവിൻ്റെ ഭാര്യ ഉയർപ്പ് കണ്ടയാളാണ്. അവള് പറഞ്ഞു, അച്ഛാ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കല്ലറ ഞങ്ങൾ പോയി കണ്ട, കല്ല് ഉരുണ്ട് മാറിയിരിക്കുക. 2 ദൂതന്മാരെ ഇരിപ്പുണ്ടായിരുന്നു, അകത്ത് ദൂതന്മാരുണ്ടായിരുന്നു. ആ നിർമ്മലശീലയും തിരശീലയും ആ റൂമാലൊക്കെ ഞങ്ങൾ കണ്ടതാ. ഉടനെ ക്ലെയോഫാവ് പറഞ്ഞു, ചുമ്മാ മണ്ടത്തരം പറയാ, പിച്ചും പെയ്യും വിളിച്ച് പറയാ. ഞാൻ നിന്നോട് പറഞ്ഞ രാവിലെ ഉറങ്ങാൻ പറഞ്ഞ നേരം പെണ്ണിച്ച് കല്ലറയ്ക്ക് പോയതാ. അതുകൊണ്ട് വെളിവുകേട് പറയുക. തർക്കിച്ചും അമ്മാമ്മ പറയുന്നു ഉയർത്തുന്ന, അച്ഛൻ പറയുന്നു, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസലോ. തർക്കിച്ചും വാദിച്ചും പോകുമ്പോൾ യേശു വിഷയത്തിൽ കയറി ഇടപെട്ടു. ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിൽ കയറി ഇടപെടുന്ന, നല്ല ഹല്ലേലൂയ പറയണം, നിന്റെ അനുവാദം കൂടാതെ നിന്റെ വിഷയത്തിൽ കയറി ഇടപെടുന്ന ഒരു യേശു ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ യേശു ഇവരെ വിളിച്ച പേര് വിശ്വാസിയെന്നൊന്നുമല്ല. ബുദ്ധിഹീനരെ. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ. ഞങ്ങൾ വല്ലതും വിളിച്ച കഥ തീരത്തില്ലേ? യേശു വിളിച്ചു ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകം, പ്രവാചക പുസ്തകം, സങ്കീർത്തന പുസ്തകം, ആ 39 പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് അങ്ങോട്ട് പ്രസംഗിച്ചു. ഒരല്ലേ പറഞ്ഞേ, ഇവർക്ക് ഫിഷ് കൊടുത്താൽ വരുന്നവരല്ല. ഇവന്റെ വീട് വരെ 12 മൈല് ഒറ്റ നടപ്പിൽ യേശുവിനെ കുറിച്ച് പുസ്തകത്തിലുള്ളത് പ്രസംഗിച്ചു. നല്ല അല്ലേ പറയണം. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തി. ഹല്ലേലൂയ. പറഞ്ഞ് വീടിന്റെ പടിക്കെ ചെന്നപ്പോൾ ഇവർ രണ്ടും കൂടെ വീട്ടിലോട്ട് കയറി. അപ്പോൾ യേശു മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ച് പോകാനല്ല. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോവാണോ? നേരം വൈകുന്നു, സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി തുടങ്ങി. നിർബന്ധിച്ചപ്പോൾ യേശുദാനും അകത്ത് കയറി അവരുടെ വീട്ടിലിരുന്ന അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി ഇവർക്ക് കൊടുത്തു. ഇപ്പം അപ്പം ഇരിക്കുന്ന ആരുടെ കയ്യിലാണെന്നറിയാമോ?
40 വർഷം വിതയില്ലാതെ കൊയ്ത്തില്ലാതെ മന്ന കൊടുത്തവൻ്റെ കയ്യിൽ. സ്വതന്ത്രം പറഞ്ഞില്ല. ഒരു പിടി മാവ് ഇച്ചിരി എണ്ണയും കൂടെ 3.5 വർഷം വർദ്ധിപ്പിച്ചവൻ്റെ കയ്യിൽ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ്റെ കയ്യിൽ. ഇന്ന് രാത്രി നിർബന്ധിച്ചകത്ത് കയറ്റിയാൽ നിന്റെ കൂടാരത്തിനെ മുഴുവൻ ശൂന്യത മാറ്റാൻ കഴിവുള്ളവൻ, നിന്റെ സകല ഇല്ലായ്മ മാറ്റാൻ കഴിവുള്ളവൻ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരും ആ രാത്രി തന്നെ തിരിച്ചു പോകും. ഒരു സ്തോത്രം പറയണം. ഇവരെല്ലാം കൂടി യെരൂശലേമിൽ കൂട്ടിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. മനുഷ്യന്റെ പണിയെ ദൈവം പൊളിച്ചത് മനുഷ്യന്റെ ഭാഷ കലക്കിയ. ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ സഭയെ കർത്താവ് പണിതത് ഭാഷ തന്ന. സ്തോത്രം പറയണം. ഭാഷ കലക്കി പിശാചിന്റെ പണി പൊളിച്ചെങ്കിൽ ഭാഷ തന്ന് സഭയുടെ പണി ദൈവം തുടങ്ങി. ഇന്ന് രാത്രി എവിടെ സഭ വളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ഭാഷ ഏറ്റെടുക്കുന്നവർ അന്യഭാഷയിൽ അതര തുറന്ന് ഈ രാത്രി ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഇവരെ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് തിബെരിയാസിന്ന് വന്ന് എമ്മവസിന്ന് വന്ന് ഇവരുടെ നടുവിലോട്ട് വെളിപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞു. വെളിപ്പെട്ട് കൈയും വിലാപ്പറവും അവരെ കാണിച്ചു. കർത്താവിൻ്റെ ചങ്കിലെ മുറിവ് മിന്നലായിരുന്നു. കാരണം പടയാളി ശതാധിപനാണെങ്കിലും പുറകിൽ നല്ല കുത്തിയെ. നമ്മുടെ ഇന്നത്തെ ബന്ധുക്കോസുകാരോട്ട് പുറകിൽ നിന്ന് കുത്തത്തില്ല, അവൻ കുത്തിയത് ഫ്രണ്ടിലാണല്ലോ. നമ്മൾ സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. അത് ഫ്രണ്ടിൽ നിന്ന് കുത്തിയെ. അപ്പോൾ കർത്താവ് ഇത് രണ്ടും കാണിച്ച് അവരെ ബലപ്പെടുത്തി. കാത്തിരിക്കാൻ പറഞ്ഞു. കാത്തിരുന്നു. എല്ലാ 120 പേരും ആത്മാവിനെ പ്രാപിച്ചു. അവർ 120 പേരും അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ബേദലഹേം പള്ളി വന്നേക്കുന്ന ബെന്തക്കോസ് പെരുന്നാളിന് വന്ന മുഴുവൻ പേരും ഇങ്ങോട്ട് ഓടി. ഭാഷ വെളിപ്പെട്ടാൽ ആളിവിടെ വരും. എല്ലാവരിലും ഭാഷ വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടാൽ നീ വിളിക്കാൻ പോകണ്ട, ആള് വരും. ഓ ഹല്ലേലൂയ. ഈ രാത്രി പട്ടണത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഭാഷ കേട്ട് ജനം വരാൻ പോകുകയോ. ഓ റബബബബ ശബ്ദരദര വൈദരമന. അവിടെ വന്നത് 3000 പേരായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കട്ടെ. അവിടെ വന്നത് 30,000 പേരോ 3 ലക്ഷം പേരോ ആകാം. 12 ഗോത്രക്കാരല്ലേ. പക്ഷെ അതിൽ 3000 പേര് സ്നാനപ്പെട്ടു. 30,000 പേര് വന്നാലും സ്നാനപ്പെട്ടോടെ കാര്യമേ പുസ്തകത്തിൽ എഴുതത്തുള്ളൂ. യോഗത്തിന് വന്നോ പോയൊന്നും വിഷയമല്ല. പുസ്തകത്തിൽ നമ്പർ വരണമെങ്കിൽ നീ സ്നാനപ്പെടണം. പ്രാഗൽഭ്യത്തോട് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ അന്ന് 3000 പേര് വന്നതിൽ, 30,000 3 ലക്ഷമോ വന്നതിൽ 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഹല്ലേലൂയ പറഞ്ഞു. അഭിഷേകം തന്നത് എല്ലാവരും പറഞ്ഞേ. അഭിഷേകം തന്നത് നിന്റെ വീട്ടിൽ നീ വാഴാനാ, നിന്റെ സഭയിൽ നീ വാഴാനാ. സ്തോത്രം പറയണം. അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. പിശാച് എന്നൊരു വർഗത്തെ ദൈവം സൃഷ്ടിച്ചില്ലായിരുന്നു. സൃഷ്ടിച്ചത് നവരത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ദൂതനെയാണ്. അവൻ 6 ചിറകായിരുന്നു. തമ്പുരാന്റെ മുമ്പിൽ അവൻ നിഗളിച്ചപ്പോൾ തമ്പുരാൻ ഒറ്റ വെട്ടിന് 6 ചിറകും അരിഞ്ഞുപോയി. ഒരു സ്തോത്രം പറയണം. 6 ചിറക് അരിഞ്ഞവൻ താഴോട്ട് വീണു. വീണ വീഴ്ചയിൽ ഭൂമി താണുപോയി. ഭൂമിയിലെ നന്മയെല്ലാം പാഴായി ശൂന്യമായി പോയി. അതിന് മീതെ വെള്ളം മൂടി, അതിന് മീതെ ഇരുളും മൂടി. അവനെ ഉയർത്തിയെടുത്ത ഭൂമിയിലും എഴയുന്നവൻ്റെ മേൽ വാഴാനാ നമ്മയാക്കിയേ. സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. നല്ല സ്തോത്രം പറയണം. അന്ന് മുതൽ ചിറകരിഞ്ഞപ്പം മുതൽ അവൻ എഴയുക. ഹല്ലേലൂയ.
നിങ്ങൾ ശ്രദ്ധിച്ചേ, എഴയുന്നവൻ ചില്ലറക്കാരനല്ല. കെട്ടിയടച്ച തോട്ടത്തിനകത്ത് നുഴഞ്ഞു കയറിയിട്ട് മരത്തെ കയറി അമ്മാമ്മയ്ക്ക് ഫ്രൂട്ട്സ് പറിച്ചു കൊടുത്തു. സ്വതന്ത്രം പറയണം. അപ്പൊ അവന് ചിറകില്ലെന്ന് വിചാരിച്ച് കയറത്തില്ലെന്ന് വിചാരിക്കല്ലേ. അവന് ചെറിയ പഴുത് കിട്ടിയാൽ കയറിയാൽ അവൻ ഫ്രൂട്ട്സ് ഉള്ള മരത്തെ വരെ കയറും. ഒറ്റ ദിവസം കൊണ്ട് അച്ചാനെ അമ്മാമ്മയും പുറത്താക്കി, അകത്ത് വാണവനെ പുറത്താക്കി. ആധാരം അവൻ്റെ കയ്യിലായി. സ്തോത്രം പറയണം, സ്തോത്രം പറയണം. നിന്റെ കുടുംബത്തിൽ അവൻ വീണാൽ, നിന്റെ തലമുറയിൽ അവൻ വീണാൽ, നീ പിന്നെ അൽവിയ എല്ലാം പാഴാകും, എല്ലാം ശൂന്യമാകും. അഭിഷേകം തന്നത് അതിനെ തിരിച്ചു പിടിക്കാനാണ്. നിന്റെ കുടുംബത്തിൽ ഇന്നലകളിൽ എന്തെല്ലാം പിശാച് തകർത്തോ അതെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി കഷ്ടങ്ങളോ നഷ്ടങ്ങളോ തകർച്ചകളോ നിന്റെ കുടുംബത്തിൽ പാഴായതെല്ലാം ഏതെങ്കിലും കുടുംബത്തിൽ പാഴിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, ശൂന്യതകൾ ഉണ്ടെങ്കിൽ അവൻ അവിടെ വീണിട്ടുണ്ട്. നീ ഇന്ന് രാത്രി അവനെ ആത്മാവിൽ ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിറകരിഞ്ഞവനെ കർത്താവ് കാൽവറി തലയും തകർത്തു. സ്തോത്രം പറയണം. തല കർത്താവും തകർത്തു, പിതാവ് ചിറകും വെട്ടി. വാക്കിയിട്ട നിന്നെ വരുട്ടുന്നേ. ഇന്ന് രാത്രി അതിൻ്റെ മേൽ വേഗത്തിൽ ശത്രുവിനെ നിന്റെ കാൽ കീഴെ ചതച്ചു കളയണം. ഏറ്റെടുക്കുന്നവർ മാത്രം വേഗത്തിൽ ശത്രുവിനെ വേഗത്തിൽ സഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന, കുടുംബങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ നിന്റെ കാൽ കീഴെ ചതച്ചു കളയുവാൻ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തുതിച്ച്. ഇവനകത്ത് കയറിയാൽ നീ പിന്നെ എഴഞ്ഞേ വരത്തു. വൈകിട്ട് 7 മണിക്ക് യോഗമാണെങ്കിലും നീ ഇനി വരുമ്പോഴത്തേക്ക് 8:30 മെസ്സേജ് പകുതിയാവും. ഇനി അല്ലേലുയ്യ പറഞ്ഞാലും നീ എഴഞ്ഞേ പറയൂ. അല്ലേലുയ്യ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും വലിഞ്ഞേ പ്രാർത്ഥിക്കും. കാസറ്റ് വലിയുന്ന പോലെ വലിഞ്ഞേ പ്രാർത്ഥിക്കും. എല്ലാം അവനകത്ത് കയറിയതിൻ്റെ ലക്ഷണമാണ്. ഈ രാത്രി സാഹസിച്ച് പുറത്താക്കണം. നീ രാത്രി അധികാരം പ്രാപിക്കണം. നീ രാത്രി ശക്തി പ്രാപിക്കണം. നീ ആത്മാവിൽ പ്രവചിക്കണം. ഈ രാത്രി നീ പറഞ്ഞ ഞാൻ വാഴുമെന്ന് പറയണം. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലുള്ള ദൈവത്തെ സ്തുതിച്ചേ. അങ്ങനെ ആത്മനിയോഗത്തിന്റെ അധികാരമുള്ള ശുശ്രൂഷ ഇങ്ങനെ വെളിപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ സഭയുടെ വളർച്ച യഹൂദ, ഗലീല, ശമരിയ, ലുത്ത, യോപ്പ വിട്ട് അങ്ങ് ഇത്താലിയിലോട്ട് പോവാ. അടുത്ത തലത്തിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരിടത്ത് ഒതുങ്ങി നിന്ന സഭ, മർക്കോസിന്റെ മാളിയുമറയ്ക്കകത്തിരുന്ന സഭ, യഹൂദയിൽ ഒതുങ്ങിയ സഭ പതുക്കെ ഇപ്പോൾ അങ്ങ് ഇത്താലികയിലേക്ക് മാറുകയാണ്. സ്തോത്രം പറയണം. എനിക്കറിയത്തില്ല, ആത്മാ പറയുന്നു അടുത്തൊരു തലം, ആര് ചെന്നിട്ടില്ലാത്ത തലം. ഈ രാത്രി ദൈവാത്മാ പറയുന്നു അല്ലെ, അങ്ങോട്ട് നടന്ന് ചെല്ലത്തക്ക നിലകളിൽ ശബ്ദരാധരാധന. അപ്പം ദൈവം ഇത്താലികയിൽ പട്ടാളത്തിന്റെ ശതാധിപനായ കൊർന്നല്യോസിനടുക്കിലേക്ക് ദൂതനെ വിട്ടു. ദൂതൻ വിളിച്ചു, കൊർന്നല്യോസേ. ഇന്നത്തെ ദൂതൻ എന്ന് പറഞ്ഞ് കൊർന്നല്യോസ് എന്നൊക്കെ പറഞ്ഞേനെ. ദൈവത്തിന്റെ ആത്മാവിനെ വിക്കില്ല. സ്തോത്രം പറയണം. നല്ല സ്പഷ്ടമായിട്ടല്ലേ സംസാരിക്കുന്നത്. ഞാൻ എടുത്തും തിരിച്ചുമൊക്കെ വായിച്ചു. എവിടെയെങ്കിലും വിക്കി വിളിച്ചോന്നില്ല.
എല്ലായിടത്തും കൊർന്നല്യോസേ, നീ വേഗത്തിൽ കടൽക്കരയിൽ തോൽക്കൊല്ലനായ, തോൽക്കൊല്ലൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇരുമ്പുമാക്കത്തെ ഉണ്ടാക്കുന്ന തൂമ്പായി ഉണ്ടാക്കുന്ന ആളല്ല, തോല് കൊണ്ട് തുരുത്തി ഉണ്ടാക്കി ചെരുപ്പുണ്ടാക്കി തോൽക്കൊല്ലൻ. തോല് കൊണ്ട് ചെരുപ്പും തമ്പേറും പിന്നെ വെള്ളം കുടിക്കാനുള്ള തുരുത്തിയൊക്കെ ഉണ്ടാക്കുന്ന കൊല്ലൻ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ, എന്ത് കൃത്യമാണ്, കടൽക്കരയില് തോൽക്കൊല്ലന് ശീമോന്റെ വീട്ടിൽ പത്രോസ് എന്ന മറുപേരുള്ള ശീമോൻ. അല്ല, കൃത്യമാണ്. ദൈവാത്മാവ് പിച്ചും പേയും ഒന്നും പറയത്തില്ല. ഈ പാതി കണ്ണടച്ചിരുന്ന വെളിപ്പാടൊന്നും കാണല്ല. ഈ ചത്തമ്മേൻ്റെ കണ്ണ് പോലെ കണ്ണ് വെച്ചോണ്ട് നീ കാണുമ്പോൾ മുളക്കടയിൽ കൂടെ പാമ്പ് പോകുന്നതും, ഹലോ, വെളിവ് കിടന്നും വന്ന് സഭയെ പറയല്ല. ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞ കൃത്യമായ വെളിപ്പാടാണ്. നല്ല അല്ലലിയെ പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ കൃത്യമായി പറഞ്ഞു, കൊർന്നല്യോസേ, നീ തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ ആളയച്ച് വരുത്തണം. കൊർന്നല്യോസ് എന്ന് പറഞ്ഞ ജാതിയൻ വിളിച്ച വരുന്ന ആളല്ല പത്രോസ്. പത്രോസ് പക്കാ യഹൂദനാ. അത് നമ്മളെക്കാട്ടി കൂടുതൽ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം ഈ സമയത്ത് ആഹാരം കൊടുക്കാതെ നിർബന്ധിത ഉപവാസം വരുത്തി പ്രാർത്ഥനാ മുറി കയറ്റി. സ്തോത്രം പറയണം. ഹല്ലേലൂയ. അല്ലേ, വന്നപ്പോൾ ചോറായില്ല, അടുപ്പൊക്കെ തിളയ്ക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു തുപ്പെട്ടി 4 കോണം കെട്ടി താഴേക്ക് ഇറങ്ങി വരുന്നു. സ്തോത്രം പറഞ്ഞേ. അല്ലേ, സഭയുടെ തലം മനസ്സിലായോ? പത്രോസിനെ പുതിയൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. വെളിപ്പാടിന്റെ മറ്റൊരു മേഖല. സഭയെ ദൈവം, ശുശ്രൂഷയെ ദൈവം മറ്റൊരു തലത്തിലേക്ക് വളർത്തുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരോ, ഹല്ലേലൂയ, ശക്തമായി ദൈവം ഇടപെടുകയോ, ഏറ്റെടുത്ത ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. യെസ്, ശുകര മനഗ രഗദ രൗഡ മാന വശസ് ഹല്ലേലൂയ. ഓരാ ബാബാ. നാനാജാതി മൃഗങ്ങളും ഇഴജാതി എല്ലാം കൂടി തുപ്പട്ടിക്കകത്ത് ഇറങ്ങി വന്നിട്ട്, പത്രോസേ, നീ ഇതിനെ എഴുതിട്ട് അറുത്ത് ഭക്ഷിക്കാം. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ പക്ക യഹൂദനാണ്, ഞാൻ ഈ മലിനമായതൊന്നും ഇന്ന് വരെ ഭക്ഷിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്നെണ്ണരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് 3 പ്രാവശ്യം കാണിച്ചു. ഇറങ്ങി വന്നു, കയറിപ്പോയി, ഇറങ്ങി വന്നു, കയറിപ്പോയി, പിന്നെ ഇറങ്ങി വന്നു, കയറിപ്പോയി. 3 പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ഉണർന്നവൻ പറഞ്ഞു, നിന്നെ തേടി ഇത്താലിക എന്ന പട്ടാളത്തിൽ നിന്ന് കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ 2 ആളെ അയച്ചിട്ടുണ്ട്. അവരുടെ കൂടെ നീ പോണം, മടിക്കരുത്. അപ്പം 2 സ്ഥലത്തും ഒരേ സമയത്ത് ദൈവം ഇറങ്ങി ദൂത് എന്നൊരല്ലേ പറഞ്ഞേ. ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിലും, എൻ്റെ കൊച്ചു പഠിക്കുന്ന കോൺവെന്റിലും, എൻ്റെ കുഞ്ഞു ജോലി ചെയ്യുന്ന രാജ്യത്തും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ, ആരോടൊക്കെ ശക്തമായി ഇടപെടുക ഏറ്റെടുത്ത് ഈ രാത്രി നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ, ഓ ഹല്ലേലൂയ, ശക്തിയോടെ, ശക്തിയോടെ, ആത്മനിയോഗത്തോടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് വരുമ്പോൾ 2 ആൾ വാതിൽക്കൽ നിന്ന് ചോദിക്കുകയാണ്, പത്രോസ് എന്ന മറുപേരുള്ള ശീമോൻ ഇവിടെ ഉണ്ടോ? അന്നീ ഇപ്പോഴത്തെ കൂട്ടുള്ള വഴി അറിയാൻ, ഞാനിവിടെ വരാനുള്ള വഴി ആരോടും ചോദിക്കാതെ വരാൻ വേണ്ടി ദൈവത്തിന്റെ ദാസൻ എനിക്ക് എന്നോ അയച്ചു തന്നായിരുന്നു. ഗൂഗിൾ ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നാണ്. ഇപ്പോഴാണ് ഇതൊക്കെ ആയേ. പക്ഷേ 2000 വർഷം മുമ്പേ ഇത്താലിയിൽ നിന്ന് വന്നവർക്ക് ലൊക്കേഷൻ മാപ്പ് ഇട്ട് കൊടുത്ത്. സ്വതന്ത്രം പറയണം. വഴി ചോദിക്കാതെ കൃത്യമായിട്ട് എവിടെ ചെന്നു? തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ ചെന്നു. ഒരല്ലേ പറഞ്ഞു. പത്രോസ് അവരുടെ കൂടെ പോയി. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും വായിക്കണം. പ്രൈസ് ദി ലോർഡ്. 10-ാം അധ്യായത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ. പിറ്റേന്നാൾ കൈസരിയിലെത്തി. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു.
പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കീഴ് വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്ന് അനേകർ വന്ന് കൂടിയിരിക്കുന്നത് കണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന്റെ നിക്ഷിപ്തം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനെയോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് കൊർന്നല്യോസ്, 4 ആകുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്നോട് സംസാരിക്കുന്നതിന് 4 ദിവസം മുമ്പേ എന്നുള്ള അർത്ഥമാണ്. 4 ആകുന്ന ആൾ. 4 ആകുന്ന ആൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ചൊരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, മതി, അതിന് 33 വായിച്ച് അവസാനിപ്പിച്ചു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എവിടെ കൂടിയേക്കുന്നേ? കർത്താവ് നിന്നോട് പറഞ്ഞത് കേൾക്കാൻ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പാകെ. സഭയ്ക്കകത്ത് വരുന്നത് എവിടെ വരുവാന്നറിയാമോ? പറഞ്ഞേ, ദൈവത്തിൻ്റെ മുമ്പാകെ. നല്ല സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഈ മനുഷ്യൻ്റെ ഗുണം, ഒരു ക്വാളിറ്റി ശ്രദ്ധിക്കണം. ഒരു ക്വാളിറ്റി അവനോടേ പറഞ്ഞുള്ളൂ. നീ പത്രോസിനെ വരുത്തി പ്രസംഗം കേൾക്കാനേ പറഞ്ഞുള്ളൂ. അയച്ച പുള്ളികളുടെ പത്രോസ് വരുമോ ഇല്ലയോ എന്ന് പോലും ഇവന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇവൻ അവൻ്റെ സ്വന്തത്തിലും ചാർച്ചയിലും പെട്ട അയലോക്കത്തുള്ളവരെല്ലാം വിളിച്ച് വീട് നിറച്ച് ആളിനെ കൂട്ടി. നിങ്ങളുടെ വീട്ടു പ്രാർത്ഥന വെക്കാറുണ്ടല്ലോ. ഇവിടെ വീട്ടു പ്രാർത്ഥന ഉണ്ടല്ലോ. വീട്ടു പ്രാർത്ഥന ഉണ്ടപ്പോൾ അയലോക്കത്തെ ഏതെങ്കിലും ഒരു വീട്ടുകാരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്ന എത്ര പേരുണ്ട്? ഞങ്ങളുടെ വീട്ടിൽ സഭയുടെ റാഫ സഭയുടെ മീറ്റിംഗ് ആണ്, ഇന്ന് വൈകിട്ടാണ്, പാസ്റ്റർ വരുന്നുണ്ട്, നിങ്ങളോട് വരണമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കാറുണ്ടോ? കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇവൻ്റെ ക്വാളിറ്റി മനസ്സിലായോ? ഞാനും എൻ്റെ പിള്ളേരും മാത്രം രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോവുക, അയലോക്കാരൻ മുടിയുവോ ചാവുകയോ ഒന്നും എൻ്റെ വിഷയമല്ല എന്നാണോ? പത്രോസിനെ എപ്പോഴും കിട്ടാൻ പോകുന്നില്ല. അപ്പം കിട്ടിയത് മാക്സിമം മുതലാക്കുക. നിങ്ങളെന്നോട് വരണം. അപ്രതീക്ഷിതമായി ലഭിച്ച പത്രോസ് എന്ന അഭിഷക്തനെ എപ്പോഴും ഇങ്ങനെ കിട്ടാനൊന്നും പോകുന്നത്. ഇത് ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഇടപാടിൽ കിട്ടിയ പ്രോഗ്രാമാണ്. അവൻ വരുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമാകല്ലേ. അതിന് അവന് വിളിക്കാവുന്നവരെ മുഴുവൻ കൂട്ടി ഒരു സഭായോഗം കൂടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ക്വാളിറ്റിയാ, ഒരു ദൈവകൃപയുള്ളവന്റെ ക്വാളിറ്റിയാ. ഹല്ലേലൂയ. ഈ ഉപവാസം കഴിഞ്ഞ് വീടുകളിൽ യോഗം വരുമ്പോൾ നിന്റെ അയലോക്കത്ത് അപ്പുറത്ത് മുസ്ലിം, ഇപ്പുറത്ത് ഹിന്ദു, ഇപ്പുറത്ത് ഈഴവൻ, അവരെല്ലാം വിളിച്ചോണം. അത് RSS, ഇത് ബജറംഗ് ദൾ, ഇത് BJP, അത് കോൺഗ്രസ്, ഒന്നും നോക്കണ്ട. അയലോക്കാരനെല്ലാം വിളിച്ചോണം. ചർച്ച വരാൻ വിളിക്കുകയല്ലോ, വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയല്ലേ. അവൻ അടുത്ത ആഴ്ച ചർച്ച വന്നോളൂ. സ്തോത്രം പറയണം. പ്രൈസലോ. നമ്മുടെ തലയൊന്ന് മാറണം. നമ്മുടെ ഇന്നർ സർക്കിളിനകത്തുള്ള പരിപാടി മാറ്റിയിട്ട് ഇന്ന് രാത്രി അതിനപ്പുറത്തൊന്ന് കാണാൻ, തകരുന്ന ചിലതിനെ, സാധ്യതയുള്ള ചിലതിനെ ആത്മാവി കണ്ടിട്ട് അവരെ കൂടി കൃപയിലേക്ക് കൊണ്ടുവരാൻ സഭയോട് രാത്രി ആത്മാവ് ഇടപെടുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഈ വലിയ മനുഷ്യൻ ഈ പത്രോസിനെ കണ്ടപ്പോൾ കാക്കലങ്ങ് വീണു. പത്രോസ് പറഞ്ഞു, എഴുന്നേക്ക്, ഞാൻ നിന്നെപ്പോലൊരു മനുഷ്യനാണ്. ഈ കൃപ ലഭിച്ച ചിലരൊക്കെ ഈ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുന്നുണ്ട്. പുകഴ്ച കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ബഹുമാന്യനായ ശ്രേഷ്ഠ ആദരണീയനായ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ലോകത്തിന് വെളിയിലും കർത്താവിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ്. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നതെല്ലാം കപ്പിയും കയറും കൊണ്ടാണ് പോകുന്നത്. തിരിച്ചിറങ്ങി വരണ്ടേ? ഇവരിത്രയും പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജിൽ നിൽക്കണ്ടേ? അതിന് ഇറങ്ങി വരാനുള്ള കപ്പിയും കയറും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരല്ലേ പറഞ്ഞ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത പുകഴ്ചയൊന്നും വേണ്ട. പത്രോസ് അന്നേരം പിടിച്ച് പൊക്കിയിട്ട് പറഞ്ഞു, മോനെ, ഞാനും ഒരു സാധാരണ, പിന്നെ എൻ്റെ ഗുണം നിനക്കില്ലാത്തൊരു കൃപ എനിക്ക് തന്നു. അത് മാത്രം. സ്വതന്ത്രം പറഞ്ഞേ,
ഇന്ന് രാത്രി കൃപ ലഭിച്ചവരെല്ലാം താഴ്മ ധരിച്ചോണം കേട്ടോ. ഒന്നുകൊണ്ട് പുകഴാനോ നിഗളിക്കാനോ പാടില്ല. കൃപ ലഭിച്ചവനെല്ലാം താഴ്മ ധരിച്ചോണം. നീ ഭാവിക്കണമെങ്കിൽ ഭാവിച്ചുയരരുത്. ഓ ഹല്ലേലൂയ. പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ അയലോക്കത്തു നിന്ന് വന്നവർക്കെല്ലാം ആത്മാവിനെ കിട്ടി. നിങ്ങളൊന്ന് എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഇവർ ദർശനം കണ്ടില്ല, ഇവർ ദാനധർമ്മം ചെയ്തില്ല, ഇവർ കുടുംബത്തോട് ചേർന്ന് എപ്പോഴും പ്രാർത്ഥിച്ചില്ല, ഇവർ ദൈവഭയമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ ശതാധിപൻ മീറ്റിങ്ങിന് വിളിച്ചു. എന്നാൽ പിന്നെ പുള്ളി വിളിച്ചല്ലേ, ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വന്നതാ. വന്ന് കയറിയ നഷ്ടമായോ? പറഞ്ഞേ, വന്ന് കയറിയ നഷ്ടമായോ? ഓ, വന്ന് കയറിയ മുഴുവൻ പേരും ആദിയിലെന്ന പോലെ ഒരു സ്വത്രം പറയണം. പത്രോസിനും മർക്കോസിന്റെ മാളിക മുറി വെച്ച് എങ്ങനെ കിട്ടിയോ അങ്ങനെ സ്വത്രം പറയണം. ആദിയിൽ എന്ന പോലെ ആത്മാവ് ഇവരുടെ മേൽ വന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിന്റെ ഒരു അധികാരം വിശ്വസിക്കുന്നവന്റെ മേൽ വരുമെന്ന് വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചേ. ആത്മാവിന്റെ ഒരു വലിയ ശക്തി. ഓ, എല്ലാവരും ചേർന്ന് അല്പ നിമിഷങ്ങൾ. ഓ ഹല്ലേലൂയ. മൗനമായിരിക്കാതെ അധികാരത്തിന്റെ ഒരു പകർച്ച, ആത്മാവിന്റെ ഒരു ഒഴുക്ക് ഈ രാത്രി ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. ചില കെട്ടുകൾ അഴിയട്ടെ, ചില ശൂന്യതകൾ മാറട്ടെ. അഭിഷേകം പ്രാപിക്കാൻ തടസ്സമായി ദുഷ്ടപിശാച് കെട്ടിയ സകല കെട്ടുകൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ വേരോടെ അഴിയട്ടെ. ഓ റബബബ രഗലമന ദുരലരബ ശബ്ദരാദര. ഓ റിഗലമന ദരദര വൈദ റിബബബബ. യെസ് 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 യെസ്. തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. പോരുകൾ അഴിയട്ടെ, അന്ധകാരത്തിന്റെ തേർമുളികൾ അഴിയട്ടെ, പോരിന്റെ അന്യായ മർമ്മങ്ങൾ അഴിയട്ടെ. ആഴമായ ദൈവകൃപയായിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പത്രോസിന്റെ ആത്മീക ചിന്താഗതിയുടെ തലം ദൈവം മറിച്ചു. ഇപ്പൊ പത്രോസ് പറയാണ്, ഞങ്ങളെ പോലെ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ ആത്മാവിനെ ലഭിച്ച ഇവരുടെ സ്നാനം വിലക്കുന്നതാരാ? അവരെ അന്ന് തന്നെ സ്നാനക്കടവിലേക്ക് നടത്തി. വഴിയെ പോയോനും അയലോക്കത്തിരുന്നോനും ടി വി കണ്ടോനും എല്ലാം ഇവിടെ വന്നിട്ട് ഒരു നിമിഷം കൊണ്ട് സ്നാനക്കടവിലേക്ക് ഇറങ്ങി. ഇന്ന് രാത്രി ഒരുത്തൻ്റെ പ്രാർത്ഥന, കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ പ്രാർത്ഥന ആ ദേശത്തെ ഉഴുതുമറിച്ചെങ്കിൽ, ഓ ദേശം കൈത്തരാൻ പോവുകയാ. ആത്മാവിന് രാത്രി ആഴമായി പ്രവചിക്കുകയാ. ഓ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രക്തത്താലേ ജയം. കൂടാരക്കുറ്റികളെ നീട്ടിയടിക്കുക.
കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും കൂടാരക്കുട്ടിയെ നീട്ടിയടിച്ച് തിരശീലകളെ വിരിക്കുക, പുരാതന ശൂന്യതകളെ പണിയുന്ന ഓ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം ദേശത്തിറങ്ങുന്ന ഒരു ദൈവപ്രവൃത്തി ആത്മാവിൽ കണ്ടുകൊണ്ട് ജനം വെളിപ്പാടിന്റെ തലത്തിലൂടെ ജയം 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 ധീരമനഭൗഷേ സൈഡാരധാരകൾ കമനേ അർത്തുരേ വൈഡാരബലകന. ഹല്ലേലൂയ. ഓ ജയം 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 ജയം. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിൽ കൊലപാതകം, 8-ാം അധ്യായത്തിൽ സഭ ചിതറി. ഓ ഹല്ലേലൂയ. 9-ാം അധ്യായത്തിൽ സഭയുടെ ആ അന്തരീക്ഷം തിരിച്ചു പിടിച്ചു. 10-ാം അധ്യായത്തിൽ സഭ അന്യദേശങ്ങളിലേക്ക്, അടുത്ത സ്റ്റേറ്റുകളിലേക്ക് സഭ പറിച്ചു നടന്നതുപോലെ ആത്മാവിന്റെ ഒരു പകർച്ച വ്യാപിച്ചെങ്കിൽ ഇന്ന് രാത്രി സഭയോട് ആത്മാവ് പ്രവചിച്ചു പറയുന്നു, അടുത്ത ചില തലങ്ങൾ, അടുത്ത ചില തലങ്ങൾ. ഓ ഹല്ലേലൂയ. യെസ് 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 യെസ്. അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ എഴുതി, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി. സഭ ഇതുവരെ കാണാത്തത്. എല്ലാവരും സ്വതന്ത്രം പറഞ്ഞല്ല, സഭ ഇതുവരെ കാണാത്തത്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കാണാൻ പോവുകയാണ്. മറ്റെവിടെങ്കിലും സംഭവിച്ചതല്ല, നിനക്ക് വേണ്ടി മാത്രം ചിലത്. അത് കണ്ട് ജനം ഓ ഹല്ലേലൂയ. ഓ റബലബസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിക്കണേ. ഒൻപതാം അധ്യായത്തിന്റെ 42-43 വാക്യം. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കുലനായി ശീമോൻ എന്ന ഒരുത്തനോട് കൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. അതല്ല, ആ 31-ാമത്തെ വാക്യം. സോറി, 31-ാമത്തെ. അങ്ങനെ യഹൂദിയ, ഗലീലിയ, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ആ വാക്യം എല്ലാവരും പറഞ്ഞേ. സഭ പെരുകിക്കൊണ്ടിരുന്നു. അത് ഇവിടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ഹോളൊക്കെ പൊളിച്ചും പണിയുമെന്നും കുറെ കൂടെ വിശാലമായ വലിയ ഹോള് പണിയുമെന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം അത് ചെയ്യാൻ പോവാ. ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, അതിരുകളെ വിശാലമാക്കാൻ പോകുകയാണ്. ചൂള കുത്തി വിളിക്കുന്ന പോലെ ഈ കാട്ടുപ്രാക്കൾ പറന്നു വരുന്നത് പോലെ ദൈവം പല ദിക്കിൽ നിന്ന് ഹല്ലേലൂയ. ഓ, വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിനക്ക് വേണ്ടി മാത്രം ഒരു ബസ് സ്റ്റോപ്പ്. ഊടാ മന ശന്തര. ഓ, രക്തത്താൽ ജയം.
ഹല്ലേലൂയ. പള്ളിപ്പടിയെന്നോ പ്രാർത്ഥനാ പടിയെന്നോ എന്തോ ഒരു പേരിട്ട് ഒരു സ്റ്റോപ്പ് പോലും, ബസ്സുകൾ നിർത്തി ആളിറക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആളുകളെ കൊണ്ടിറക്കി നിങ്ങളെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി യോഗം കഴിയുന്ന ഒരു ടൈം മനസ്സിലാക്കി വണ്ടി വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ആത്മാവ് അങ്ങനെ പ്രവചിച്ചു പറയുന്നു. ഈ രാത്രി ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവർ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഈ 30ാമത്തെ സെക്ഷനിൽ, ഈ 15ാമത്തെ രാത്രിയിൽ ദൈവം ചെയ്യുകയോ. ഓ റബൽ കനേ ധരാജന വൈഡേ റബൽ കമന മധുരേ. ഹല്ലേലൂയ. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെ വണ്ടികൾ തമ്മിൽ കൂട്ടിക്കൊടയാതിരിക്കാൻ സെക്യൂരിറ്റി, വരുന്ന വാഹനങ്ങളെ ക്രമീകരിച്ചിടാൻ സെക്യൂരിറ്റി ഒക്കെ ഒരുക്കുന്നത് പോലെയുള്ള വലിയ ദൈവ പദ്ധതി, വലിയ ദൈവ പദ്ധതി. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കാതെ അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇതുവരെ ചരിത്രം കാണാത്ത ഈ പട്ടണത്തെ ഉഴുതുമറിക്കുന്ന, ഈ പട്ടണത്തെ ഇളക്കി മറിക്കുന്ന ഒരാത്മപ്രവാഹം. പ്രാർത്ഥിക്കുന്നവനെ എല്ലാം കർത്താവിനറിയാം. അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ അനന്യാസിനെ വിളിച്ചു പറഞ്ഞു, ശൗൽ പ്രാർത്ഥിക്കുന്നു. കൊർന്നല്യോസ് പ്രാർത്ഥിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, പത്രോസ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന പത്രോസിനെയും പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസിനെയും പ്രാർത്ഥിക്കുന്ന അനന്യാസിനെയും പ്രാർത്ഥിക്കുന്ന ശൗലിനെയും ദൈവത്തിന് അറിയാമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നുണ്ട്. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. പ്രാർത്ഥിക്കുന്നവന്റെ പേരും അഡ്രസ്സും ദൈവം അറിയുന്നെങ്കിൽ ഈ രാത്രി പ്രാർത്ഥനക്കാരുടെ മേൽ ഹല്ലേലൂയ. ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് ഒരു ദിവസം 24 hours അങ്ങ് പ്രാർത്ഥനയാക്കണം. പ്രസംഗിക്കാൻ വിളിച്ചവർ വന്നില്ലേലും കുഴപ്പമില്ല. നിർത്താതെയുള്ളൊരു പ്രാർത്ഥന ഈ 21 തീരുന്നതിന് മുമ്പ് വെക്കണം. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ചങ്ങല പൊട്ടും. ഈ പട്ടണത്തെ ബന്ധിച്ചിരിക്കുന്ന ചില കുടുംബങ്ങളെ കുരുക്കിയിട്ടേക്കുന്ന, ചില തലമുറകളെ കുരുക്കിയിട്ടേക്കുന്ന ചില കുരുക്കുകൾ ഈ രാത്രി കരിഞ്ഞു മാറാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്നലെ പവർ വിഷനിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മെലിത്തയിലെ ദുഷ്ടജന്തു പൗലോസിന്റെ കയ്യെ കടിച്ച് ഞാനത് പുംബുളിയോസിന്റെ വീടിന്റെ താക്കോലായിരുന്നു. ആ പാമ്പാ താക്കോൽ. ഇന്ന് രാത്രി ചില പ്രതികൂലം ദേശാധിപതിയുടെ വീട് തുറക്കാൻ ഹല്ലേലൂയ താക്കോലായി ഉപയോഗിക്കാൻ പോകാം. വിശ്വസിക്കുന്നവർ രാത്രി മൗനമായിരിക്കല്ലേ. ദൈവം ഇന്ന് രാത്രി ചില വീടുകൾ, ഉന്നതന്മാരുടെ, മന്ത്രിമാരുടെ, MLA-മാരുടെ, ചരിത്രമുള്ളവരുടെ വീടുകൾ നിന്റെ മുമ്പാകെ മലർക്കെ തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൂത് എത്ര പേരേറ്റെടുക്കും? ഇതിനകത്ത് വന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആരും അന്യഭാഷ അടയാളത്തോടു കൂടിയുള്ള അഭിഷേകം പ്രാപിക്കാതെ മുൻപോട്ട് പോകല്ലേ. ഇവിടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാവരും അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. കൃപകളാൽ ചിലരെ നിറയ്ക്കാൻ പോകുകയാണ്, കൃപാവരങ്ങളാൽ നിറയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. 100 മേനി വിളയുന്നത് പോലെയുള്ള ചില അനുഭവങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ.
ഇന്ന് രാത്രിയിൽ അത്ഭുതകരമായ ചില ദൈവിക വിടുതലുകൾ കൂടാരങ്ങളുടെ ഉള്ളറകളിൽ ദൈവം പകരാൻ പോകുന്ന വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് ഹല്ലേലൂയ. ഓ യുദ്ധബല മനധര ജനബല മന റിബല മനദുരേ രക്തത്താലേ ജയ